മൂന്നാറിലൊക്കെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞ് വാർത്ത കേട്ടപ്പോഴാണ് ഞാനും ഒരു ആനക്കാരി ഓർക്കുന്നത്. ഞങ്ങൾ ചെറുതായിരുന്നപ്പം ഞങ്ങളുടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചാച്ചന് പിന്നെ പെട്ടെന്ന് ചാച്ചൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഏറ്റിട്ട് പിന്നെ മുറ്റത്തിറങ്ങിയിട്ട് അപ്പം അവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടൊരു ഫോറസ്റ്റിന്റെ ഒക്കെ അടുത്താന്ന്. അപ്പം പിന്നെ ആന ഇറങ്ങുന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ശല്യമൊന്നുമില്ല, പക്ഷെ രാത്രിക്ക് ഇങ്ങനെ മുറ്റത്തുനിന്ന് എരി ഒടിയുന്ന ഒച്ച കേട്ട് ചാച്ചൻ ചാടി ഉറക്കത്തിൽ നേറ്റ് 6 ബാറ്ററിയുടെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എരി ഒടിയുന്ന ഒച്ചയും കേട്ടു. ഈ മൃഗത്തിന്റെ കണ്ണിൽ വെട്ടടിക്കുമ്പോൾ തിളങ്ങും. അപ്പം ചാച്ചൻ വേഗം അമ്മ അന്നേരം പെട്ടെന്ന് ചോദിച്ചു. അമ്മയോട് പറഞ്ഞു ആന വന്നെന്നാ തോന്നുന്നത്, പിള്ളേരെ കൊണ്ട് തിരക്കാത്ത ഇരുന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ചാച്ചൻ പോകുമ്പോ അമ്മ വിടുക, അമ്മയ്ക്ക് പേടി. എന്നിട്ട് ചാച്ചൻ ചെയ്യുന്നേ അമ്മ പറയുന്ന പിറ്റേ ദിവസം പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. അന്നത്തെ അവസ്ഥ ഓർത്തിട്ട് ഞങ്ങൾ ഇപ്പോഴും ഓർക്കും. എന്നിട്ട് ചാച്ചൻ നിന്നിട്ട് ലൈറ്റ് അടിച്ച് പതുക്കെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോ നമുക്ക് ഈ എരുമയും പോത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു എരുമക്കിടാവ് പോത്തുംകിടാവ് എന്തോ കെട്ടഴിഞ്ഞു പോയിട്ട് അതെന്തോ ഒടിച്ച് തിന്ന ഒച്ചയാ കേട്ടെ. പേടിച്ച് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്മ അതൊക്കെ പറയുമ്പോ അത് ശരിക്കും ഒരു ആന ആയിരുന്നെങ്കിൽ എന്നുള്ള ചാച്ചന്റെ ആ മുഖത്തെ നിസ്സഹായത ആ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഒന്നും മനസ്സിലാകല്ലായിരുന്നേ. ഇപ്പൊ ഇതൊക്കെ മനസ്സിലാകുന്നു. അപ്പൊ ഇന്നിപ്പോ ഓരോരുത്തർക്കും മൃഗങ്ങളൊക്കെ ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ആ വേദന അനുഭവിച്ചത് കാരണം അതിന്റെ ആ പൂർണ്ണ രൂപം നമുക്കറിയാം. അവരനുഭവിക്കുന്ന വേദന എന്നൊക്കെയാണ്. കാരണം എന്ത് വേദനയും നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴേ മറ്റുള്ളവർക്ക് വരുന്നതിന്റെ നമുക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും.